ശാന്തിക്ക് ഒരു സമാധാനം കാണുന്നില്ലല്ലോ. ഡോക്ടർ, എന്റെ മോളുടെ അസുഖം മാറ്റിയെടുക്കാൻ എത്ര പണം ചെലവാക്കാനും എവിടെ കൊണ്ടുപോകാനും ഞാൻ തയ്യാറാണ്. പണം ചെലവാക്കിയതുകൊണ്ട് മാത്രം മാറ്റിയെടുക്കാവുന്ന ഒരു രോഗമല്ലത്. പിന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ മറ്റൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണും. നോനോ, ഡോക്ടർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്റെ വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. എന്റെ നിഗമനത്തിൽ സ്കിസോഫേനിയ എന്ന മാനസിക രോഗമാണ്. ഭയമാണ് കാരണം. പെട്ടെന്ന് വൈൽഡായെന്ന് വരും. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള വാസന പോലെ തന്നെ സ്വയം നശിപ്പിക്കാനുള്ള പ്രേരണയും ഈ രോഗികൾ കാണും. ഡോക്ടർ പറയുന്നത് ശാന്തിയെ പുറത്തേക്കെങ്ങും അയക്കരുത്. അവൾ സ്വന്തം ജീവൻ തന്നെ അപകടപ്പെടുത്തിയെന്ന് വരും. സൂക്ഷിക്കണം. ആ ഡെക്കിൽ നിന്ന് സൂട്ട് കേസ് എടുത്തോണ്ട് വാ. പറഞ്ഞു കേട്ടില്ലേ? എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? ആ, എവിടെയാണ് നിന്റെ ബെഡ്റൂം? എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചാൽ പോകുന്ന അഴുക്കല്ലല്ലോ നിങ്ങളുടെ ശരീരത്തിൽ, മനസ്സിലും. ജയന്തി, ഗെറ്റ് ഔട്ട്. ഹലോ രാജഗോപാൽ, വരൂ. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം. അന്ന് പോയതിൽ പിന്നെ ഞാനിതുവരെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ. അതിന്റെ പരിഭവമാണ്. അല്ല, വീരയനോ? പഴയ താപ്പന്മാരെല്ലാം ഉണ്ടല്ലോ. സംശയിക്കണ്ട. ഇത് വില കൊടുത്ത് വാങ്ങിച്ചതാണ്, മോഷ്ടിച്ചതല്ല. ആ മിസ്റ്റർ രാജഗോപാൽ, നിങ്ങൾ എപ്പോഴും പഴയ തസ്തികയിൽ തന്നെയല്ലേ? അതെ. എന്റെ ഭാര്യ മാനേജിംഗ് ഡയറക്ടറാണ്. ഐ സി. കൺഗ്രാചുലേഷൻസ്. നിന്റെ യജമാനത്തിന്റെ മുറി കൊണ്ടുപോയി ചെല്ലടാ. ആ മിസ്റ്റർ രാജഗോപാൽ, നിങ്ങൾ MDA എന്റെ ഭാര്യയെ കാണാൻ വന്നതല്ലേ? അധികം താമസിക്കരുത്. ഞങ്ങൾ ഭാര്യ ഭർത്തക്കന്മാർ വളരെ കാലത്തിന് ശേഷം കാണുകയാണ്. പലതും സംസാരിക്കാനുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഗോപി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് ഞാൻ കരുതിയത്. അയാളിവിടെ താമസിച്ചാൽ കുഴപ്പമോ? അയാൾ ഇവിടെ താമസിക്കില്ല. പിന്നെ ഇറക്കി വിടാനോ? നിങ്ങൾക്കെന്ത് കഴിയുമോ? ഇല്ലെങ്കിൽ ആ കാര്യം എന്നെ ഏൽപ്പിക്കും. വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. എടാ, ബ്രാൻഡിയോ വിസ്കിയോ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ആ, നീ വന്നോ? രാജഗോപാൽ ബുദ്ധിയുള്ളവനാ. എന്താണ് നോക്കിയിരിക്കുന്നത്? പറയുകയില്ലേ? പോ. ജയന്തി, നിന്നെ തൊടാനും തലോടുവാനുമാണ് ഞാൻ വന്നത്. അതിനുള്ള അധികാരം എനിക്കില്ലേ? ഈ മുറിക്കകത്ത് കാലെടുത്ത് വെക്കാൻ പോലും നിങ്ങൾക്ക് അധികാരമില്ല. മര്യാദയ്ക്കിറങ്ങി പോകുന്നതാണ് നല്ലത്. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്? അതോ നിന്റെ ഇന്നത്തെ പദവിയോടൊപ്പം ഇവിടെ കഴിയാനുള്ള യോഗ്യത എനിക്കില്ലെന്നാണ്? നിങ്ങളുടെ യോഗ്യതനെ ഓർമ്മപ്പെടുത്തരുത്. നീ ഓർക്കണം, എന്റെ സഹായമില്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ ഐശ്വര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ഐശ്വര്യം? ഒരു ഭാര്യയുടെ ഐശ്വര്യം അവളുടെ ഭർത്താവാണ്. ആ ഭർത്താവാണ് ഞാൻ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ. അദ്ദേഹം എന്നേ മരിച്ചു. എന്നിട്ട് ഞാൻ ഈ താലി അഴിച്ചു മാറ്റാത്തത് എന്തുകൊണ്ടാണെന്നോ? എന്റെ ഭർത്താവ് എന്നോട് ചെയ്തിട്ടുള്ള വൃത്തികേടുകൾ ഓർക്കാൻ, ആ മനുഷ്യനോടുള്ള പകയോടെ ജീവിക്കാൻ, അയാളെ ഒരു പുഴുത്ത പട്ടിയെ പോലെ വെറുക്കാൻ. എന്താ നീ പറഞ്ഞത്? പുഴുത്ത പട്ടിയെന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. എന്നെ എതിർത്താൽ കൊന്നുകളയും ഞാൻ. വെക്കിവിടെ. എടാ, എന്നാൽ എന്തുണ്ട്? ഇറച്ചിയോ മീനോ? ഇവിടെ ഒന്നും ഇരിപ്പില്ല. പോയി വാങ്ങിച്ചോട്ട് വാ. പെട്ടെന്ന് വേണം, ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും.
എന്നെ പേടിപ്പിക്കാനാണോ നീ തോക്കെടുത്തത്? അതിന്റെ കാഞ്ചി വലിക്കാൻ നിനക്കറിയാമോ? ഇങ്ങ് തരൂ, ഞാൻ കാണിച്ചു തരാം. അടുത്ത് വരരുത്. എവിടെ പോകാൻ? എന്റെ ഭാര്യ ഇവിടെ തനിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തിന് തെരുവേശികൾ അന്വേഷിച്ചു പോണം? വരൂ. നിൽക്കൂ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ ആ തോക്കിങ് തരൂ. ഭയപ്പെടണ്ട, ഈ വീട്ടിൽ മറ്റാരും ഇതറിയില്ല. വിനയൻ, നിങ്ങൾക്കൊരു പാപചിന്തയും വേണ്ട. ഇവൻ ഇങ്ങനെ തന്നെ ചാകണം. ഒരു നല്ല ശവദാഹം പോലും ഇവൻ അർഹിക്കുന്നില്ല. വിനയൻ, മണ്ണോ തീയോ വെള്ളമോ ഏതായാലും ഇരുട്ടത്തെ അടക്കം ചെയ്യാനൊക്കും. ആ ശവം അവരെന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. ആ സംഭവം അവരിന്നും രഹസ്യമായി സൂക്ഷിക്കുന്നു. എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. എല്ലാം മറക്കാൻ ഞാൻ മദ്യത്തിൽ അഭയം തേടി. നിയമത്തിന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയാണ്. അതിന്റെ ശിക്ഷ എത്ര വലുതായാലും ഞാൻ അനുഭവിക്കേണ്ടവളാണ്. എങ്കിലേ എനിക്ക് മനസമാധാനം കിട്ടുള്ളൂ. ഇതുവരെ ശാന്തിയുടെ രക്ഷയെ ഓർത്ത് മാത്രം രാജഗോപാലന്റെയും വീരന്റെയും ഭീഷണിക്ക് ഞാൻ വഴങ്ങി. ഇനി അതിന്റെ ആവശ്യമില്ല. രാമണി, ശാന്തിയുടെ രോഗം മാറ്റിയെടുത്തത് നീയാണ്. എനിക്കറിയാം, നിന്നെ കൂടാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനതിന് ഒരിക്കലും തടസ്സമാവില്ല രാമണി. ശ്രീദേവി കുഞ്ഞമ്മയെ കൊല ചെയ്തത് നീയല്ലെന്ന് ഞാൻ അവളെ ബോധ്യപ്പെടുത്തും. അതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. തെളിവുകൾ? അതെ, ശ്രീദേവി കുഞ്ഞമ്മയെ കൊല ചെയ്തത് അവളുടെ ഭർത്താവാണ്. അയാൾ പോലീസിൽ കീഴടങ്ങി കുറ്റം സമ്മതിച്ചു. ആ വാർത്ത പത്രത്തിലുണ്ടായിരുന്നു. ഞാനത് ഒളിച്ചു വെച്ചു. നീ എന്നെ വിട്ട് പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാനങ്ങനെ ചെയ്തു പോയി. എല്ലാം തുറന്നു പറയാനാണ് എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടത്. കുറ്റമേറ്റ് പറയാൻ അവളെ അനുവദിച്ചുകൂടാ. എങ്ങനെയെങ്കിലും അത് തടയണം. അതിന് വീരയൻ എന്തിനു ഭയപ്പെടുന്നു? കൊല ചെയ്തത് അവളല്ലേ? സത്യം വെളിപ്പെട്ടാൽ ശിക്ഷ അനുഭവിക്കുന്ന അവൾ തനിച്ചാവില്ല. ശവമടക്കം ചെയ്തതും തെളിവ് നശിപ്പിച്ച് നമ്മളല്ലേ? എനിക്കത് പങ്കില്ല. അതിന്റെ ഉത്തരവാദി വീരയ്യനാണ്. എന്താ, വീരയ്യനല്ല അത് ചെയ്തത്? അപ്പോൾ നീ ഞങ്ങൾ രണ്ടുപേരെയും തോൽപ്പിക്കരുതല്ലേ? വീരയ്യൻ എന്നെ തെറ്റിദ്ധരിച്ചു. സ്വയം രക്ഷപ്പെടാൻ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പറയാം. തെളിവുകളും എനിക്ക് അനുകൂലമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നെ വിശ്വസിക്കൂ. ഇല്ല, ഇവൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് കരുതണ്ട. സത്യം എന്താണെന്ന് ഞാൻ കണ്ടെത്താം. നിൽക്കൂ. എന്നെ തടയരുത്. ഒന്നുകളയില്ല. ഇല്ലെങ്കിൽ സത്യം പറ. ഞങ്ങൾ തന്നയച്ചിരുന്ന മരുന്ന് നീ ശാന്തി കൊടുത്തിരുന്നോ? എന്തുകൊണ്ട്? എന്റെ അമ്മ സമ്മതിച്ചില്ല. ആ ഡോക്ടർ ഇവിടെ വന്നിരുന്നത് അവളുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനാണെന്നും അയാൾ കുത്തിവെച്ചിരുന്ന വിഷമല്ലെന്ന് നിനക്ക് അറിയാമായിരുന്നില്ലേ? ഈ അടുത്ത ദിവസമാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല? പേടിച്ചിട്ട്. പൊട്ടനും വേലയനും പൊട്ടലും വേലയും എവിടെ?
എന്ത് പറ്റി? ശാന്തി, ഇവിടെ വാ. വാ, ഇവിടെ വരാൻ. അറുപത് ഇങ്ങോട്ട് വരരുത്. രാമുണ്ണി, എന്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു.